അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ അറിവിൽപ്പെട്ട ഒരു പ്രദേശത്ത് ഒരു ഉസ്താദ് താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി. താമസമല്ല, പള്ളിയിലെ മുദരിസും ഉസ്താദുമായിട്ട് വരപ്പെട്ടതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇദ്ദേഹം 3 വർഷമായിട്ട് ആണ് ഈ പ്രദേശത്ത് വന്ന് വളരെ വിശ്വസ്തനായിട്ട് അദ്ദേഹം മജ്‌ലിസ് നടത്തുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം പണം കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം നല്ല വായന പ്രാസംഗികനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് പോലും പറയുന്ന ഒരവസ്ഥയിൽ. അപ്പോൾ ആളുകൾക്കൊക്കെ അത് വലിയ ഇഷ്ടമാണ്. കാരണം ഇത്രയും വലിയ ഒരു വാഗ്മി, വിജ്ഞാനി, വൈഭവം, വാക്ക് വൈഭവം. കുറേ ആളുകളുണ്ട് വിജ്ഞാനമുണ്ടാവും, പക്ഷേ അത് വാക്ക് വൈഭവം ഉണ്ടാവില്ല. പക്ഷേ ഇദ്ദേഹം വളരെ വാക്ക് വൈഭവമുള്ള ഒരു നല്ല എന്താ പറയുക, ആളുകളെ ഈ ആദർശത്തിലേക്ക്, ഇസ്ലാമിക ആദർശത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്ന കഴിവുള്ള ഒരു ഉസ്താദ്. ആ ഉസ്താദ് ഈ പറയുന്ന മഹലിൽ എത്തിയിട്ട് 3 വർഷമാണായത്. അപ്പോൾ അദ്ദേഹം ഏകദേശം ഒരു 8 കിലോമീറ്റർ അപ്പുറത്താണ് ഇദ്ദേഹത്തിൻ്റെ വീടും കുടുംബവും ഒക്കെ ഉള്ളത്. കാരണം നല്ല രാജകീയമായ രീതിയിലാണ് ആദ്യ ഭാര്യ ആ വീട്ടിൽ താമസിക്കുന്നത്. കാരണം ഈ ഉസ്താദിന് വലിയ സമ്പത്തുള്ള ഒരാളാണ്. ഇനി ഒരു പക്ഷേ ഇദ്ദേഹം വയലു പറഞ്ഞു നേടിയതാണോ അതല്ല വേറെ എങ്ങനെയാണ് നേടിയതെന്ന് നമുക്കറിയില്ല. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ, എന്തായാലും അദ്ദേഹം നല്ല ഒരു കുടുംബാംഗമാണ്, സമ്പത്തുള്ള കുടുംബാംഗമാണ്, പ്രശസ്തനായ ഒരു കുടുംബാംഗമാണ്. അങ്ങനെ സ്വാഭാവികമായിട്ടും ഈ 2 മക്കളുള്ള ആ ആദ്യ ഭാര്യ, ഞാൻ പറഞ്ഞില്ല, ഒരു കൊട്ടാര സമാനമായ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അവർക്ക് ഭൃത്യന്മാരുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്, നല്ല സുന്ദരിയായ ഭാര്യയാണ്, 2 ആൺകുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ ഇങ്ങോട്ട് വരുന്നത്. മാത്രമല്ല, ആ ആദ്യ ഭാര്യയെ അയാൾ വിവാഹം ചെയ്തത് തന്നെ യഥാർത്ഥത്തിൽ വേണ്ടത്ര ദാരിദ്ര്യാവസ്ഥ ഉള്ള ഒരു കുടുംബമാണ്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഒരു സംവിധാനവും കുറവാണ്. മാത്രമല്ല, ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് വിവാഹം ചെയ്തത്. അപ്പോൾ ഈ രാജകീയമായ സൗകര്യങ്ങൾ ഈ തറവാട് വീട്ടിലായ ഇയാൾ താമസിക്കുന്ന കുടുംബ വീട്ടിലുമുണ്ട്. അതിനുശേഷമാണല്ലോ പിന്നീട് വീട് വെച്ചത്. അപ്പോൾ ഞാൻ പറയുമ്പോൾ അപ്പം തന്നെ ഈ ഉസ്താദ് പറയാറുണ്ട്, എനിക്ക് എന്ത് വേണ്ട, എനിക്ക് ഇന്ന് കാണുന്ന സ്ത്രീധനമോ, കാരണം ഈ സുന്നി വിഭാഗത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീധനമോ പണ്ടം പറയലോ അങ്ങനെയൊന്നും യാതൊരു തെറ്റുമുള്ളതായിട്ട് അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഉസ്താദ് അതിനൊക്കെ എതിരെയായിട്ട് പറഞ്ഞു, എനിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്കിപ്പോൾ അത്യാവശ്യ സൗകര്യങ്ങളും സമ്പത്തുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഒരു നിർധന കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് മതി. അതായത് അങ്ങനെ ചില ആളുകളുണ്ടല്ലോ, അങ്ങനെയാണ്. ആ സൗന്ദര്യം മാത്രം നോക്കി, ദീനുമുണ്ടായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ വളരെ സാലിഹത്തായ ഒരു പെണ്ണായിരുന്നു. മർഅത്തും സാലിഹ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു അയാളുടെ ജീവിതം. ഈ 2 മക്കളായതിനു ശേഷമാണ് ഇദ്ദേഹം ഈ പറയുന്ന 5-6 കിലോമീറ്റർ അപ്പുറത്ത് വന്നിട്ട് ഒരു ദർസ് അഥവാ ഒരു പള്ളിയിൽ ഖത്തീബായിട്ട് കഴിഞ്ഞുകൂടുന്നത്. ആ ഇടയ്ക്ക് അദ്ദേഹം ഉസ്താദിന് ചെലവിന് വരുന്ന, അഥവാ രാത്രിയിൽ സ്വാഭാവികമായിട്ടും ഉസ്താദിന് ചെലവ് ഏകദേശം ഒരു തൊട്ടപ്പുറത്തൂടെ തന്നെയാണ്. അടുത്ത വീട് എന്ന നിലയ്ക്ക് അതൊരു പ്രമാണിയുടെ വീടാണ്. ആ പ്രമാണി, അങ്ങനെയാണല്ലോ സാധാരണ ആളുകളൊക്കെ. അപ്പോൾ ആ പ്രമാണിയുടെ വീട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന് 3 നേരവും ഭക്ഷണം. എന്തുകൊണ്ടെന്നാൽ കൊണ്ടുവന്ന് കൊടുക്കുന്നതൊന്നും ഭക്ഷണം കഴിക്കുന്നതിൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് ഈ മഹല്ല് കമ്മിറ്റിക്കാരോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് എന്താ പറയുക, വേദവചനം പോലെയാണ് ആളുകൾ. ഈ ഉസ്താദ് എന്തു പറഞ്ഞാലും അതൊക്കെ തയ്യാറാണ് എന്ന് പറയുമാറുള്ള ഒരവസ്ഥ, അവരുടെ വിശ്വാസ്യത പിടിച്ചു പറ്റി അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന അവിടുത്തെ ആ പ്രമുഖന് ഒരു മകളുണ്ട്. ആ മകളെ സംബന്ധിച്ചിടത്തോളം അവളും നല്ല സുന്ദരിയാണ്. അങ്ങനെ ഈ ചെലവിന് വന്ന് അങ്ങനെ ആ മകളുമായിട്ട് യഥാർത്ഥത്തിൽ പരിചയമായി. മാത്രമല്ല, ആ സ്ത്രീ ഒരു വിവാഹ മോചനം കഴിഞ്ഞിട്ട് ആ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ തനിക്ക് വേറെ വൃത്തികേടുകളൊന്നും ഇയാൾ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഉസ്താദ് ഇവിടെ അന്യ സ്ത്രീ എന്ന നിലക്ക് സംസാരിക്കും. അന്യ സ്ത്രീയോട് സംസാരിക്കാൻ പാടില്ല, കാണാൻ പാടില്ല. പക്ഷേ വീട്ടിൽ അദ്ദേഹം ഈ പറഞ്ഞ 3 കൊല്ലം കൊണ്ട് ഉസ്താദിന് ആ പ്രമുഖൻ്റെ വീട്ടിൽ വലിയ സ്വാതന്ത്ര്യം ലഭിച്ചു. അങ്ങനെയാണ് വളരെ വേറെ കുഴപ്പങ്ങളൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ആ ബാപ്പയോട് എനിക്ക് നിങ്ങളുടെ മകളെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും
അദ്ദേഹത്തിന് ഇഷ്ടമായി. കാരണം ഇത്രയും വിശ്വസ്തത പാലിച്ചിട്ട് കാലങ്ങളായി അവിടെ വന്നു കൂടിയിട്ടുള്ളതാണ്. ആളുകൾക്ക് യാതൊരു എതിരെ അഭിപ്രായവുമില്ല. പിന്നെ എന്തിനാണ് തൻ്റെ മാത്രമല്ല എൻ്റെ മകൾ ഒരു ഡൈവോഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ വിവാഹത്തെ എന്തിനു തടസ്സപ്പെടുത്തണം? പക്ഷേ നിങ്ങൾക്ക് സ്വതസിദ്ധമായ രീതിയിൽ ആ പിതാവ് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഉസ്താദെ മക്കളും ഭാര്യയൊക്കെ അവരവിടെ വലിയ സൗകര്യത്തിൽ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വേണമെങ്കിൽ ഇനി അവരെ വേറെ വീട്ടിലേക്ക് ആക്കിയിട്ട് ഈ കൊട്ടാര സമാനമായ വീട്ടിൽ ഞാൻ നിങ്ങളുടെ മകളുമായിട്ട് താമസിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സ്ഥിതി എന്താണെന്നൊന്നും ഈ പിതാവിന് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ പിതാവ് സ്വതസിദ്ധമായിട്ട് പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് സാധാരണ രീതിയിൽ ഇതൊരു പൂച്ചക്കുട്ടിനെ ആണ്ട് കൊടുക്കുന്നതല്ലല്ലോ, ഒരു പെൺകുട്ടിയുടെ വിവാഹമാണ്. അപ്പോൾ ആ കുടുംബം സ്വാഭാവികമായിട്ട് പറഞ്ഞ് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിനെ തുടർന്ന് മനസ്സിൽ ഇയാൾക്ക് എന്തു വന്നു? തൻ്റെ ഈ ആദ്യ ഭാര്യയെ എങ്ങനെയെങ്കിലും മാറ്റണം. അതിനുവേണ്ടി ആദ്യമായിട്ട് ഇദ്ദേഹം ഈ ഭാര്യയോടും ആ മക്കളോടും ആ വീട് പൂട്ടി നിങ്ങൾ തൽക്കാലം ഒന്ന് മാറി താമസിക്കൂ, നിങ്ങളെ വീട്ടിലേക്ക് പോകൂ എന്ന് ഉസ്താദ് സ്വന്തം ഭാര്യ ആദ്യത്തെ ഭാര്യയോടും കുട്ടികളോടും പറയാണ്. അതിൽ പ്രത്യേകിച്ചൊന്നും അവർ ദോഷകരമായിട്ട് കണ്ടതുമില്ല, താമസിക്കുക എന്നുള്ളൂ. പിന്നീടാണ് ഈ സംഭവത്തിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് ഉള്ളിലിരിപ്പ് എന്ന് അറിയാൻ കഴിയുന്നില്ല. യാതൊരു വിവരങ്ങളും, ഫോൺ വിളിയില്ല, ഒന്നുമില്ല. ചെലവിന് കൊടുക്കുന്ന ആ സംവിധാനം തന്നെ നഷ്ടമായി. അങ്ങനെ ഏകദേശം സ്വന്തം വീട്ടിൽ ഈ ആദ്യ ഭാര്യ ഒരു 3 മാസത്തോളം കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെയാണ് പിന്നീട് യാതൊരു വിവരവുമില്ലാതായപ്പോൾ ഈ ഭാര്യയും കുട്ടികളും കൂടെ ഇദ്ദേഹത്തെ വന്ന് കാണുകയാണ്. അപ്പോൾ സ്വതസിദ്ധമായിട്ട് തന്നെ മുമ്പ് ദേഷ്യം പിടിച്ച് ഈ ഉസ്താദിൻ്റെ ഈ പറയുന്ന സ്ത്രീയുടെ നാട്ടിലാണ് വന്നിട്ടുള്ളത്. കുറേ അത് വളരെ കൂടുതൽ വിമർശിച്ചു ഇയാൾ. ഇതെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? കാരണം എന്താണ് ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചിലവിന് തന്നിട്ട് കടയിൽ നിന്ന് സാധനങ്ങൾ പോലും ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ അടുക്കൽ ഒരു പൈസയുമില്ല. മാത്രമല്ല ചിലവിന് വാങ്ങുന്ന കടയിൽ നിന്ന് പോലും നിങ്ങൾ സാധനം തരരുത് ഞങ്ങൾക്ക് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ തൽക്കാലം അവിടെ താമസിക്കണ്ട. പെട്ടെന്ന് ഉസ്താദ് ഒരു വാക്ക് എന്താണ് എന്നും ഒന്നും ആ സ്ത്രീക്ക് മനസ്സിലായില്ല. മാത്രമല്ല അപ്പോൾ ഒരു വാക്ക് അയാളുടെ വായിൽ നിന്ന് വന്നു. എന്ത്? നീ ഒന്നും എൻ്റെ ഈ സൗകര്യത്തെ അനുഭവിക്കാൻ മാത്രമുള്ള പ്രാപ്തിയുള്ളവളല്ല, നീ അതിനൊന്നും യോഗ്യതയില്ല. നിനക്ക് ഒരു ചെറ്റക്കുടിയിൽ കഴിഞ്ഞിരുന്നവളല്ലേ നീ? 2 കുട്ടികളാകുന്നത് വരെ നീ ഇത്രയും രാജകൊട്ടാരത്തിൽ താമസിച്ചില്ലേ? ഇനി നിൻ്റെ ആ കുടിലിലേക്ക് തന്നെ പോയിക്കോ, അവിടെ തന്നെ നിന്നോ. എനിക്ക് എൻ്റെ യോഗ്യതക്കനുസരിച്ചിട്ടുള്ളൊരു വിവാഹം ഞാൻ വേറെ കഴിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തിനേറെ പറയണം. ഈ യുവതി വല്ലാത്ത സങ്കടത്തോടുകൂടെ ഈ സങ്കടം പറയാൻ വേണ്ടി അവരുടെ ഉപ്പയില്ല, പക്ഷേ അവരുടെ ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ അടുക്കലേക്ക് വന്നിട്ട് കാര്യങ്ങൾ പറയണം. തറവാട്ട് വീട്ടിൽ ഉമ്മ ഇങ്ങനെയാണ് നിങ്ങളുടെ മകൻ ഞങ്ങളോട് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ അപ്പോഴാണ് ഈ മരുമകൾ ഈ അമ്മായിയമ്മയോട് വിവരം പറയുന്നത്. ഉമ്മ നിങ്ങളുടെ മകൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉമ്മ ഏകദേശം 78ഓളം വയസ്സുള്ള ആ വല്യമ്മ പ്രതികരിച്ചതാണ് ഞാനിപ്പോൾ എടുത്തു പറയുന്നത്. ആ വല്യമ്മയും പറയുന്ന ഒരു വാക്കുണ്ട്, അതിന് എനിക്കൊക്കെ എന്താണ് എൻ്റെ മോൻ്റെ കൂടെ ജീവിക്കാനുള്ള യോഗ്യത? എൻ്റെ മോനിക്ക് എവിടുന്ന് എത്രയും പെണ്ണ് കിട്ടുമല്ലോ. നിന്നെ ഈ ചെറ്റക്കുടിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവിടെ 10-20 കൊല്ലത്തോളം എന്നെ പോറ്റിയില്ലേ, അത് തന്നെ പോരെ. ഇനി എൻ്റെ പേരെ തന്നെ താമസിച്ചോ? എനിക്ക് അതിനൊന്നുള്ള യോഗ്യത, ഞങ്ങളെ ഈ മുറ്റം ചവിട്ടാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഇതോടുകൂടെ ഈ യുവതി വളരെ നെട്ടിത്തരിക്കുകയാണ്. എന്താണ് ഇതൊരു ഗൂഢാലോചനയുടെ ഫലമാണല്ലോ. ഭർത്താവ് പറഞ്ഞതും ഒന്ന്, അമ്മായിമ്മ പറഞ്ഞതും ഒന്ന്, ഇപ്പോഴെന്താണ് എന്നെ ഇങ്ങനെ ഇഷ്ടമല്ലാതെ വന്നിരിക്കുന്നു. അപ്പോൾ എന്താ പ്രധാനം? ഈ യുവതിയുമായിട്ട് വിവാഹം കഴിച്ചു കൂടാമെന്ന മൂപ്പരുടെ തീരുമാനമാണ്. പക്ഷേ ഇതിനെ തുടർന്നാണ് നാട്ടുകാരും എല്ലാവരും കൂടെ തീരുമാനമെടുത്ത് ഈ വീട്ടിലേക്ക് കുടിയേറി പാർക്കാൻ തീരുമാനിക്കുകയാണ് ഇവർ. ആ തീരുമാനം അവിടെ കുടിയേറി ആകെ പ്രശ്നമായി. അപ്പോഴേക്കും ഇയാൾ എന്തു ചെയ്തിരുന്നു? ഉസ്താദ് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ കരസ്ഥമാക്കിയിരുന്നു. തൻ്റെ ആദ്യ ഭാര്യയും മക്കളും ഈ വീട്ടിൽ പ്രവേശിച്ചുകൂടാ എന്ന നിലക്കുള്ള ഒരു ഇഞ്ചക്ഷൻ ഓർഡർ. അപ്പോൾ അതിനെ തുടർന്ന് പോലീസ് വന്ന് സ്വാഭാവികമായിട്ടും ഈ ഭാര്യയെയും കുട്ടികളെയും ഒക്കെ ആട്ടി പായിച്ചു. പിന്നെന്ത് ചെയ്യാനാ, രാജ്യത്തിൻ്റെ നിയമമാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഈ പ്രമാണിയുടെ മകളെ വിവാഹം ചെയ്യുന്നതിന് തകൃതിയായിട്ടുള്ള ആലോചന ഇവിടെ സെറ്റപ്പാക്കി മൂപ്പർ തയ്യാറായി. അപ്പോൾ സ്വാഭാവികമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പെൺകുട്ടിയുടെ ഉപ്പ ഈ പ്രദേശത്ത് വന്ന് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ഈ കാര്യങ്ങൾ മുഴുവനും ഇയാൾക്ക് എന്താകുന്നത് തിരിച്ചറിയാൻ കഴിയുന്നത്. അയാളൊരു നല്ല മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ മൂപ്പർ അന്വേഷണത്തിൽ നിന്ന് ഈ നല്ല ഒരു ഭാര്യയും കുട്ടിയും എല്ലാ സംവിധാനത്തോടും കഴിയുമ്പോഴാണ് ഈ ഉസ്താദ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളതെന്നും
മാത്രമല്ല ഈ ഉസ്താദ് ഈ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ സ്വന്തം ഭാര്യ ഈ സങ്കടങ്ങളൊക്കെ ചെന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞ് ഈ ഉസ്താദ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിനക്കറിയോ, ഞാൻ എന്തു ചെയ്താലും ഈ സമുദായം എൻ്റെ കൂടെ നിൽക്കും. മനസ്സിലായോ? ഞാൻ ഇത്രയും വയലു പറഞ്ഞു പ്രാസംഗികനും കഴിവുള്ളവനുമാണ്, എന്നെ ഇവർക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞാലും ഈ സമുദായം തന്നെ, മൊത്തം മുസ്ലിം സമുദായം എൻ്റെ കൂടെ നിൽക്കും, മര്യാദക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് പേടിപ്പിച്ച് വിട്ടത്. ആലോചിച്ച് നോക്കണം. ഇപ്പം എന്തായി? സ്വാഭാവികമായിട്ടും ഇയാൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ കുലുമാലിൽ കെട്ടി മറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ, നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല. കാരണം നിങ്ങൾ എൻ്റെ മകളെ വിവാഹം ചെയ്ത് തരുന്നതിനൊന്നും എനിക്ക് തടസ്സമുണ്ടായിരുന്നില്ല. എല്ലാം കൊണ്ടും നിങ്ങൾ യോഗ്യതൻ തന്നെയാണ്. പക്ഷേ ഒരു ഭാര്യയെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് ആ ഭാര്യയ്ക്ക് പകരം ആ വീട്ടിൽ വന്ന് എൻ്റെ മകൾ താമസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം രണ്ട് ലോകത്തും അത് നിങ്ങൾ ചിലപ്പോൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടാവും ആളുകൾക്ക് പല കാര്യങ്ങളും ഇസ്ലാമിൽ. പക്ഷേ ഞങ്ങൾ ഒരിക്കലും ആ ഉപദേശം അതിനനുസരിച്ച് ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവരാ. നിങ്ങളെപ്പോലെ വേഷം മാത്രം ധരിച്ച് തോന്നിയതൊക്കെ ചെയ്യാൻ എന്നെ കിട്ടൂല ഉസ്താദെ. ഇനി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാണ്, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഇനി ചെലവിന് വരണ്ട. ഇതോടുകൂടെ എന്തായി? ആ വീട്ടിലേക്കുള്ള അയാളുടെ ചെലവിന് വരവും ഹറാമായി. ഇതോടുകൂടെ സ്വാഭാവികമായിട്ടും അവിടുത്തെ കമ്മിറ്റി കൂടി ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ച് ആ കമ്മിറ്റിയിൽ നിന്ന് അയാളെ സ്വാഭാവികമായിട്ടും ആ മുദരിസ് സ്ഥാനത്ത് നിന്നും ഹത്തീബ് സ്ഥാനത്ത് നിന്നും എടുത്തെറിയപ്പെട്ടു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഏതാനും വർഷങ്ങളായി കഴിഞ്ഞു കൂടുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇയാൾ നട്ടം തിരിഞ്ഞ് ഒരു മനോരോഗിയായിട്ട് അവിടെ അലഞ്ഞു തിരിയുകയാണ് എന്നാണ് വാർത്ത കേൾക്കുന്നത്. ആലോചിച്ച് നോക്കി, ഇതാണ് അള്ളാൻ്റെ പണി എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ നൈമിഷികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു എന്താ പറയുക അന്യായം ചെയ്താൽ ആ അന്യായത്തിന് അള്ളാഹു കാണുന്നുണ്ട്. നോക്കണം. അതാണ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ എന്താണ്, പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും എന്നൊക്കെ പറയുന്ന ഒരു പഴംപൊൽ പോലെ അത് പ്രസക്തമായി തീർന്നിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.